ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലിയോടെക് സോളാർ സൊല്യൂഷൻസ് പവേർഡ് ബൈ മൈൽ ഫുഡ് സ്റ്റഫ്സ് മൂക്കന്നൂർ, ഗ്രാസിയ ടൂർസ് ആൻഡ് ട്രാവൽസ് നിയർ കൊച്ചിൻ എയർപോർട്ട് ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി അറിയാം. ധവളപത്രം ഇന്ന് മുഖ്യമന്ത്രി നിയമസഭയുടെ മേശപ്പുറത്ത് വയ്ക്കും. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി അവലോകനം ചെയ്തുകൊണ്ടുള്ള ധവളപത്രം മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ഇന്ന് നിയമസഭയുടെ മേശപ്പുറത്ത് വയ്ക്കും. മുൻ ക്യാബിനറ്റ് സെക്രട്ടറി കെ.എം. ചന്ദ്രശേഖർ അധ്യക്ഷനായ സമിതിയാണ് സാമ്പത്തിക നില പരിശോധിച്ച് ധവളപത്രം തയ്യാറാക്കിയത്. ശൂന്യവേള കഴിഞ്ഞായിരിക്കും മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ധവളപത്രം നിയമസഭയിൽ അവതരിപ്പിക്കുക. രാവിലെ 8-ന് ചേരുന്ന മന്ത്രിസഭായോഗം ധവളപത്രത്തിന് അംഗീകാരം നൽകും. അധികാരത്തിൽ വന്നാൽ സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി സംബന്ധിച്ച് ധവളപത്രം പുറത്തിറക്കും എന്നത് യു.ഡി.എഫിന്റെ തിരഞ്ഞെടുപ്പ് കാല പ്രഖ്യാപനമായിരുന്നു. കുവൈറ്റ് വിമാനത്താവളം ഞങ്ങൾ ആക്രമിച്ചിട്ടില്ല. അമേരിക്കയുടെ മിസൈൽ ലക്ഷ്യം തെറ്റി വീണതെന്ന് IRGC. കുവൈറ്റ് വിമാനത്താവളം തങ്ങൾ ആക്രമിച്ചിട്ടില്ലെന്ന് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡിന്റെ അവകാശവാദം. അമേരിക്കയുടെ പാട്രിയറ്റ് മിസൈൽ ലക്ഷ്യം തെറ്റി കുവൈറ്റ് വിമാനത്താവളത്തിൽ വീണതാണെന്നാണ് IRGC വ്യക്തമാക്കുന്നത്. ഇന്നലെ വിമാനത്താവളത്തിൽ മിസൈൽ പതിച്ച് 3 മലയാളികൾക്കുൾപ്പെടെ പരിക്കേൽക്കുകയും ഒരു ഇന്ത്യക്കാരൻ കൊല്ലപ്പെടുകയും ചെയ്തിരുന്നു. IRGC വാദം അമേരിക്ക തള്ളി. സംസ്ഥാനത്ത് കാലവർഷം ഇന്നെത്തിയേക്കും. തിരുവനന്തപുരം മുതൽ തൃശൂർ വരെയുള്ള 8 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. സംസ്ഥാനത്ത് കാലവർഷം ഇന്നെത്തിയേക്കുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. സംസ്ഥാനത്ത് വ്യാപകമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ വിവിധ ജില്ലകളിൽ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചു. അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. തിരുവനന്തപുരം മുതൽ തൃശൂർ വരെയുള്ള 8 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കാഫിർ സ്ക്രീൻഷോട്ട്. എല്ലാ കാര്യങ്ങളും അന്വേഷിച്ച് കണ്ടുപിടിക്കട്ടെ KK ശൈലജ. വടകരയിലെ കാഫിർ സ്ക്രീൻഷോട്ട് വിവാദത്തിൽ SIT അന്വേഷണം പ്രഖ്യാപിച്ചതിൽ പ്രതികരണവുമായി KK ശൈലജ. പിന്നിൽ ആരെന്ന് അന്വേഷിച്ച് കണ്ടെത്തട്ടെയെന്ന് KK ശൈലജ പറഞ്ഞു. അന്വേഷണം നടക്കട്ടെയെന്നും താൻ വടകരയിൽ സ്ഥാനാർത്ഥി മാത്രമായിരുന്നുവെന്നും ശൈലജ ചൂണ്ടിക്കാട്ടി. വർഗീയ ധ്രുവീകരണം നടന്നിട്ടില്ലെന്നും അവർ ചൂണ്ടിക്കാട്ടി. തൃണമൂൽ കോൺഗ്രസിലെ പിളർപ്പ് പാർലമെന്റിലും പാർട്ടിയെ ബാധിച്ചേക്കും. ഭൂരിപക്ഷം ലോക്സഭാ MPമാരും വിമതപക്ഷത്തെന്ന സൂചന. തൃണമൂൽ കോൺഗ്രസിലെ പിളർപ്പ് പാർലമെന്റിലേക്കും പാർട്ടിയെ ബാധിച്ചേക്കും. ഭൂരിപക്ഷം ലോക്സഭാ MPമാരും വിമതപക്ഷത്ത് എന്നാണ് സൂചന. 29 ലോക്സഭാ MPമാരിൽ മമതയ്ക്കൊപ്പം ഒരാൾ മാത്രമാണുള്ളത്. പ്രശ്നപരിഹാരത്തിനായി ചർച്ചകൾ ആരംഭിച്ചു. രാജ്യസഭയിലെ 13-ൽ 5 പേർ മാത്രമാണ് മമതയ്ക്കൊപ്പമുള്ളത്. മറ്റ് MPമാരുടെ നിലപാട് നിർണായകമാകും. BJPക്കൊപ്പം ചേരില്ലെന്നാണ് വിമതപക്ഷത്തിന്റെ നിലപാട്. മമതാ ബാനർജിയെ പൂർണ്ണമായും അംഗീകരിക്കും. എതിർപ്പ് അഭിഷേക് ബാനർജിയോടും ഐപാക്കിനോടുമെന്നും വിമതർ വ്യക്തമാക്കി. പ്രശ്നപരിഹാരത്തിനായി ചർച്ചകൾ ആരംഭിച്ചു. ഡെറിക് ഒബ്രെയ്ൻ MPമാരുമായി സംസാരിക്കുകയാണ്. പുട്ട് രുചികരമാവണമെങ്കിൽ മയിലിന്റെ പുട്ടുപൊടി തന്നെ വേണം. അതിന് ചെമ്പാപ്പുട്ടാണെങ്കിലും അങ്ങനെ തന്നെ. മയിൽ റൈസ് ആൻഡ് ഫുഡ് പ്രൊഡക്ട്സ്, ശ്രേഷ്ഠം സമ്പുഷ്ടം. കുവൈറ്റ് വിമാനത്താവളത്തിൽ ഇറാൻ നടത്തിയ ആക്രമണം, പരിക്കേറ്റവരിൽ 3 മലയാളികളും. കുവൈറ്റ് വിമാനത്താവളത്തിൽ ഇറാൻ നടത്തിയ ആക്രമണത്തിൽ പരിക്കേറ്റവരിൽ 3 മലയാളികളും ഒരു പെൺകുട്ടിക്കും 2 യുവാക്കൾക്കുമാണ് പരിക്കേറ്റത്. വിമാനത്താവളത്തിനുള്ളിലെ ഷോപ്പുകളിൽ ജോലി ചെയ്യുന്നവരാണിവർ. ഇറാന്റെ ആക്രമണത്തിൽ ആകെ 12 ഇന്ത്യക്കാർക്ക് പരിക്കേറ്റു. ബന്ധു നിയമന വിവാദം. ഇത്തരം നടപടികൾ മാറ്റത്തിന് വോട്ട് ചെയ്ത ജനത്തെ പരിഹസിക്കുന്നത് ഗീവർഗീസ് മാർ കൂറിലോസ്. മന്ത്രി സണ്ണി ജോസഫിന്റെ സഹോദരി ഭർത്താവിനെ പേഴ്സണൽ സ്റ്റാഫായി നിയമിച്ചതിനെതിരെ വിമർശനവുമായി യാക്കോബായ സഭ മെത്രാപ്പൊലീത്ത ഗീവർഗീസ് മാർ കൂറിലോസ്. സർക്കാരിന്റെ തുടക്കത്തിൽ തന്നെ വിവാദമായ ബന്ധു നിയമനം സ്വജനപക്ഷപാതം തന്നെയാണെന്ന് അദ്ദേഹം പറയുന്നു. മാറ്റത്തിന് വോട്ട് ചെയ്ത ജനത്തെ പരിഹസിക്കുന്നതാണ് ഇത്തരം നടപടികളെന്നും ഗീവർഗീസ് കൂറിലോസ് പറഞ്ഞു. സാമൂഹ്യ മാധ്യമത്തിൽ പങ്കുവച്ച കുറിപ്പിലൂടെയാണ് പ്രതികരണം. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.